Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കപ്പ മത്തി പുഴുക്കുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കപ്പയും മത്തിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. കപ്പ നമ്മൾ പുഴുങ്ങി നല്ല മുളകിട്ട് നല്ല റെഡ് കളറിലെ മത്തിക്കറിയായിട്ട് കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണ് അല്ലേ. അതുപോലെ തന്നെ കപ്പയും മത്തിയും കൂടെ നന്നായിട്ട് കുഴച്ച് അതിൻ്റെ കൂടെ ഒരല്പം മാങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് മിക്കവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ 1 കിലോ കപ്പയുടെ കണക്കിലാണ് എല്ലാം പറയുന്നത്. ഞാനിവിടെ 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി ചാള എന്നൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ചെറിയ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ചെറിയ മത്തി വെട്ടി നല്ല ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് മത്തി വേവിക്കാനായിട്ട് ആദ്യം നമുക്ക് മത്തി വേവിച്ചെടുക്കാം. അപ്പോൾ മത്തിക്ക് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അല്പം പുളി ചേർക്കണം, കുടംപുളി. ഒരു വലിയ പീസ് കുടംപുളിയാണ് ഞാൻ എടുക്കുന്നത്. അത് രണ്ടായിട്ട് മുറിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മത്തിക്ക് വേവാനും മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടിയാലും കുഴപ്പമില്ല. നമുക്ക് ഏതായാലും മത്തി കുഴയ്ക്കാനായിട്ട് കപ്പയിട്ട് കുഴയ്ക്കുമ്പോഴും വെള്ളം വേണ്ടി വരും. അപ്പോൾ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് സമയം നന്നായിട്ട് വേവിക്കുക. മീനിൻ്റെ മുള്ളിൽ നിന്നും മാംസം വിട്ട് വരുന്ന പരുവമാകുന്നവരെ നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ എടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ മുള്ളിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് പതുക്കെ ആ മുള്ള എടുത്തിട്ട് അതിൻ്റെ വാലിൽ പിടിച്ചൊന്ന് കുടഞ്ഞു കഴിയുമ്പോഴേക്കും മാംസം വിട്ടുപോരും. അങ്ങനെ ഓരോ മീനിൻ്റെ മുള്ളായിട്ട് എടുത്ത് മാറ്റണം. അതാണ് നല്ലത്. ആ മുള്ള് മാറ്റിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പേടിക്കാതെ കഴിക്കാം. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. ഞാൻ 1 കിലോ കപ്പ ചെറിയ പീസായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. കപ്പ വേവിക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും കാണിച്ചു എന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അല്പം മഞ്ഞൾപ്പൊടി മതിയാവും. ഇതിവിടെ ഇവിടെ ഉണ്ടായ മഞ്ഞളാണ്, അത് കാരണം നല്ല കളറുണ്ട്. കുറച്ചിട്ടപ്പോൾ തന്നെ നന്നായിട്ട് കപ്പയ്ക്ക് കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേകുന്നവരെ നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം. കപ്പ പാകത്തിന് വേവാകുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്ന് കപ്പ വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളി, 3-4 ചുവന്നുള്ളിയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, പെരിഞ്ജീരകം. ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അതും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കാൻ, അരയ്ക്കാൻ നേരത്താണ് അത് ഓർത്തത്, അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് കപ്പ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കുഴയാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർന്ന് ഇത് കപ്പയും ഒന്നുകൂടെ വെന്ത് മീനും എല്ലാം കൂടെ കുഴഞ്ഞ് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ വെച്ച് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളമെല്ലാം കുറച്ചും കൂടെ ഒന്ന് വലിഞ്ഞ് എന്നാലൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുകയും വേണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കരുത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കപ്പയും മത്തിയും കൂടെ ഉള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ചായയുടെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അല്പം മാങ്ങാച്ചാറും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.